ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ജപ്പാൻ. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വിശാലമായ ദ്വീപ്. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ഉത്തരം ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത്? ഉത്തരം ഹിരോഷിമ, നാഗസാക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഉത്തരം ഹിരോഷിമ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം? ഉത്തരം അമേരിക്ക. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം ബറാക് ഒബാമ. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം? ഉത്തരം 1945 ആഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം? ഉത്തരം രാവിലെ 8:15. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം? ഉത്തരം 1945 ആഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം? ഉത്തരം പകൽ 11:02. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? ഉത്തരം ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ നീളം എത്രയാണ്? ഉത്തരം 3 മീറ്റർ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം എത്ര? ഉത്തരം 4400 കിലോഗ്രാം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ഉത്തരം എനോളഗെ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരാണ്? ഉത്തരം പോൾ ഡബ്ല്യു ഡിബറ്റ്. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം എന്താണ്? ഉത്തരം യുറേനിയം 235. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ഉത്തരം ബോസ്കർ. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ മേജർ സീനി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു? ഉത്തരം പ്ലൂട്ടോണിയം 239. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര്? ഉത്തരം ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ നീളം എത്രയാണ്? ഉത്തരം 3.3 മീറ്റർ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയാണ്? ഉത്തരം 4670 കിലോഗ്രാം. ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? ഉത്തരം പേൾ ഹാർബർ തുറമുഖം. ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാകുന്നു? ഉത്തരം സഡാക്കോ സസക്കി. സഡാക്കോ സസക്കിയും ഒറിഗാമി കൊക്കുകളും എന്തിൻ്റെ പ്രതീകമായി കരുതിപ്പോരുന്നു? ഉത്തരം ലോകസമാധാനത്തിൻ്റെ. ലോകത്ത് ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത്? ഉത്തരം മെക്സിക്കോയിലെ മരുഭൂമിയിൽ
ട്രിനിറ്റി സൈറ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്ന രഹസ്യ പേര്. ഉത്തരം ട്രിനിറ്റി. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയ വർഷം, ദിവസം. ഉത്തരം 1945 ജൂലൈ 16. ആറ്റം ബോംബിൻ്റെ പിതാവ്. ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഉത്തരം ഹോൻഷു ദ്വീപുകൾ. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. ഉത്തരം ക്യൂഷു ദ്വീപുകൾ. അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ്? ഉത്തരം ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം സ്ഫോടനബാധിത ജനത. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യകൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. സഡാക്കോയും 1000 പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം എലീനർ കോയർ. യുദ്ധം സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം സദ്ദാം ഹുസൈൻ. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം? ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം? ഉത്തരം ഒലിയാണ്ടർ പുഷ്പം. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം? ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം? ഉത്തരം 1939. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം? ഉത്തരം പൊക്രോൺ, രാജസ്ഥാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഉത്തരം ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര് എന്താണ്? ഉത്തരം കിറ്റി. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി? ഉത്തരം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ഉത്തരം ജപ്പാൻ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്? ഉത്തരം ഹോമി ജെ ഭാഭ. പാക് അണുബോംബിൻ്റെ പിതാവ് ആര്? ഉത്തരം അബ്ദുൽ ഖാദർ ഖാൻ, എക്യു ഖാൻ. രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ജപ്പാൻ ഭരണാധികാരി? ഉത്തരം ഹിരാഹിറ്റോ.